എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞുകൊടുത്തു, 4 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവനാണ് ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോരോ മനുഷ്യനെ കണ്ടിട്ട് പറയും, ഒരുപാട് കച്ചവടമുണ്ട്, ഒരുപാട് പണമുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്ഥാനമാനങ്ങളിൽ എത്തിയിട്ടുണ്ട്, പള്ളിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ MLA ആണ്, MP ആണ്, ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലെത്തിയ മനുഷ്യനെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്, അവൻ വല്ലാത്ത ഭാഗ്യവാനാണ്, അവൻ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു, അവൻ വല്ലാത്ത ഭാഗ്യവാനാണെന്ന് ചില കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനും നിങ്ങളും ജനങ്ങളെ വിലയിരുത്തുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ആരെന്നറിയുമോ? ഈ ഒരുമിച്ച് കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആർക്കാണോ 4 കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് അവനാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുന്നു, 4 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിച്ചിട്ടുണ്ടോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ അനുചരന്മാര് ചോദിച്ചു, നബിയെ, ആ 4 കാര്യങ്ങൾ ഏതെല്ലാം? ഒരു ഭാഗ്യവാന്റെ അടയാളങ്ങൾ എന്തെല്ലാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഒരു സാലിഹത്തായ ഭാര്യ ആർക്ക് ലഭിക്കുന്നുണ്ടോ? ഒരു സാലിഹായ പെണ്ണിനെ, ഒരു സാലിഹായ ഭാര്യയെ, ഒരു സാലിഹായ ഭർത്താവിനെ ഏത് പെണ്ണിന് ലഭിച്ചിട്ടുണ്ടോ അവളാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, സാലിഹത്തായ ഭാര്യ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു, കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. എന്റെ പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണല്ലോ അല്ലാഹുവേ പടച്ചവനെ കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള്, സാലിഹീങ്ങളായ മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, നിങ്ങളിൽ ആർക്കെങ്കിലും സാലിഹായ മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. നാലാമതായിട്ട് പ്രവാചകന് പറയുന്നു, സഞ്ചരിക്കാൻ സ്വന്തമായിട്ടൊരു വാഹനം. ഈ 4 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിച്ചിട്ടുണ്ടോ അവനാണ് നിങ്ങളിൽ ഭാഗ്യവാനെന്ന് പ്രവാചകന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിച്ചവർ, വിവാഹം കഴിക്കാത്തവർ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ വല്ലാത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഓരോ ചെറുപ്പക്കാരനും മനസ്സുകൊണ്ട് 1000 പ്രാവശ്യം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ, എനിക്കൊരു സാലിഹായ ഭാര്യയെ തരണേ അല്ലാ. ദുആ ചെയ്യാത്തവരാണുമില്ല, ദുആ ചെയ്യാത്തവരാണുമില്ല. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്ന പടച്ചവനെ, അല്ലാഹുവേ, ഒരുത്തന്റെ മുന്നിലും നാണം കെടുത്താത്ത പടച്ചവനെ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് തരണേ അല്ലാ. ദുആ ചെയ്യാത്ത ആണുങ്ങളില്ലല്ലോ, ദുആ ചെയ്യാത്ത പെണ്ണുങ്ങളില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും, 8ലും 9ലും 10ലും പഠിക്കുന്ന പെൺകുട്ടികൾ പോലും അവരുടെ ഹൃദയത്തിനകത്ത് അവളെ വിവാഹം കഴിക്കേണ്ടവനെ കുറിച്ച് വല്ലാത്ത സ്വപ്നങ്ങളാ. അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവന്റെ കുടുംബം എങ്ങനെയായിരിക്കണം, അവന്റെ ജോലി എങ്ങനെയുള്ളതായിരിക്കണം, അവന്റെ സൗന്ദര്യം എങ്ങനെയുള്ളതായിരിക്കണം. സ്കൂളിൽ പഠിക്കുന്ന മക്കൾ പോലും തന്നെ വിവാഹം കഴിക്കുന്ന മനുഷ്യനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നടക്കുന്ന കാലമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുക, എന്റെ പ്രിയമുള്ളവരെ, സ്വന്തമായിട്ടൊരു വീട് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ കാര്യം വെച്ച് തുടങ്ങുകയാണ്. ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. വിവാഹം കഴിക്കാനിരിക്കുന്നവൻ അല്ലാഹുവോട് പറയുന്നത്, അല്ലാഹുവേ,
ഒരു സ്വാലിഹായ പെണ്ണിനെ തരണേ അല്ലാ. വിവാഹം കഴിക്കാനിരിക്കുന്നവന് ദുആ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ, വിവാഹം കഴിച്ച മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പെണ്ണ് കെട്ടിയവൻ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ എനിക്ക് തന്ന ഭാര്യയെ നീയൊന്ന് നന്നാക്കി തരണേ അല്ലാ. വിവാഹം കഴിച്ചവനും തന്റെ ഭാര്യ നന്നാകാനാ ദുആ ചെയ്യുന്നത്. വിവാഹം കഴിക്കാനിരിക്കുന്നവനും ഒരു നല്ല പെണ്ണിനെ തരണേ എന്നാ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും എല്ലാവരും ഒരു സ്വാലിഹത്തായ പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത് ദുആ ചെയ്യാനല്ലേ. വിവാഹം കഴിച്ചവരോടും കഴിക്കാനിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒരു ദുആയുണ്ടല്ലോ. നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ടല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ചെറുപ്പക്കാരാ, ദുആ ചെയ്യാ ഖുർആൻ പറഞ്ഞു തന്ന ദുആയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാനിരിക്കുന്നവരും മറക്കാതെ ദുആ ചെയ്യണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ദുആയാണ്. എന്തേ ദുആ ചെയ്യുന്നത്? റബ്ബനാ, എന്റെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഒരു സാലിഹായ ഭാര്യ എനിക്ക് തരണേ പടച്ചവര്. ഒരിക്കലും ചതിക്കാത്ത, വഞ്ചിക്കാത്ത, വേദനിപ്പിക്കാത്ത, പട്ടിണിയാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും എന്റെ കൂടെ മരിക്കുവോളം താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന ഒരു സാലിഹായ പെണ്ണിനെ എനിക്ക് തരണേ അല്ലാ. പെണ്ണുങ്ങളെ ദുആ ചെയ്യുന്ന പടച്ചവര്, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന പടച്ചവനെ, എന്നെ പൊന്നുപോലെ നോക്കുന്ന നിന്നെ പേടിയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് തരണേ അല്ലാ. രണ്ടാമതായി ദുആ ചെയ്യുകയാണ് പടച്ചവരെ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതായി ദുആ ചെയ്യുന്നു, റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പടച്ചവനെ, എന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, എന്നെ പ്രായമാകുന്ന കാലത്ത് വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയാത്ത, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന, നാളെ എന്നെ കയ്യിൽ പിടിച്ച് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ എനിക്ക് തരണേ അല്ലാ. ഓരോ നമസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുകയാണ്. ഓരോ നമസ്കാരം കഴിക്കുമ്പോഴും ദുആ ചെയ്യണേ. മൂന്നാമതായിട്ട് പറയുന്നത് ലിൽ മുത്തഖീന ഇമാമാ, പടച്ചവനെ എന്റെ ഭാര്യയും നന്നായി, എന്റെ മക്കളും നന്നായി, പടച്ചവനെ ഇനി എന്നെ കൂടെ നീ നന്നാക്കി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിന്ന് കുടുംബജീവിതത്തിന്റെ വിലയറിയില്ലല്ലോ. എന്താണ് കുടുംബജീവിതമെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, പടച്ചവനെ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയുടെ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ വല്ലാത്ത തിരക്കുകളാ. പടച്ചവനെ പണ്ടൊക്കെ പള്ളിയുടെ മുന്നിൽ പിരിവുകാരുടെ തിരക്കായിരുന്നു. ഇന്നാ തിരക്കെല്ലാം മാറിയിട്ട് പള്ളി കമ്മിറ്റിയുടെ ഓഫീസിന്റെ മുന്നിൽ കിടന്ന് തമ്മിലടിക്കുകയാ. എന്തിനു വേണ്ടിയാണ് തമ്മിലടിക്കുന്നത്? എനിക്കിവിടുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് തലാക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് കിടന്ന് തമ്മിലടിക്കുന്ന ദമ്പതികളുണ്ടല്ലോ. പടച്ചവനെ, എല്ലാവർക്കും വാസിയാട്. പെണ്ണിനെക്കാളും വാസി അവൾക്ക് അവളുടെ വാപ്പയ്ക്കാട്, പയ്യനെക്കാളും വാസി അവളുടെ ഉമ്മയ്ക്കാട്. പടച്ചവനെ, ഭാര്യയ്ക്കും ഭർത്താവിനും സ്വന്തമായിട്ട് പടച്ചവര് അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തം മാതാപിതാക്കളും കുടുംബക്കാരും സമ്മതിക്കാത്ത കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും ഇങ്ങനെ കടന്നു പോകുമ്പോ പടച്ചവൻ
പടച്ചവനെ ജന്മം കൊടുത്ത വാപ്പയ്ക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ചൊരു ചിന്തയുമില്ല. നൊന്ത് പ്രസവിച്ച പെറ്റുമ്മയ്ക്ക് അല്ലാഹുവേ തന്റെ കുഞ്ഞ് യതീമായി പോകുമല്ലോ, അവർക്കതിനെ കുറിച്ച് ചിന്തയില്ലല്ലോ. വാസിയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? വിവാഹം കഴിച്ച എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ജീവിതം സന്തോഷത്തിലാണ്, നിന്റെ ജീവിതം സമാധാനത്തിലാണെന്ന് പറയാൻ കഴിയുമോ? എല്ലാവരും അഭിനയമാണ്. സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ഇന്ന് ഭാര്യയും ഭർത്താവും ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നാട്ടുകാരുടെ മുന്നില്, വീട്ടുകാരുടെ മുന്നില്, കുടുംബക്കാരുടെ മുന്നില്, മക്കളുടെ മുന്നില് ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ നരകിച്ചു തീർക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ കാരണം എന്താണ്? അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ മനോഹരമായ നമ്മുടെ വീടുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, അതിങ്ങനെ നരകിച്ചു തീർക്കാനുള്ളതാണോ ചെറുപ്പക്കാരാ? മെഴുകുതിരി എരിഞ്ഞു തീരുന്നത് പോലെ അള്ളാഹു നിനക്ക് തന്ന ആയുസ് ഇങ്ങനെ എരിച്ചു കളയാനുള്ളതാണോ? എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല? കയറിക്കിടക്കാൻ വീടുണ്ട്, അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, ഭാര്യ മക്കൾ നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ വീടിനകത്ത് സമാധാനം മാത്രമില്ല. എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ കാരണം എന്താ? എനിക്കും നിങ്ങൾക്കും കുടുംബ ജീവിതത്തിന്റെ വില എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ്, അതിന്റെ പ്രതിഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും തിരിയാത്തത് കൊണ്ടാ. എങ്കിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണോ, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണോ, നിന്റെ വീടിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ച എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിന്റെ മുഖത്തേക്കെങ്ങാണ് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക്, അവളുടെ രണ്ട് കണ്ണുകളിലേക്ക്, അവളുടെ നെറ്റിത്തടത്തിലേക്ക് ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുന്നിലേക്ക് അല്ലാഹുവിന്റെ കരുണ ഇങ്ങനെ ചൊരിയുകയാ. നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. നിന്റെ വീട് സ്വർഗമാവും ചെറുപ്പക്കാരാ. നിന്റെ വീടിനകത്ത് സമാധാനമുണ്ട് ചെറുപ്പക്കാരാ. നിന്റെ വീടിനകത്ത് സന്തോഷമാ പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭർത്താവേ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാനല്ല, കുടുംബക്കാരെ കാണിക്കാനല്ല, നിങ്ങൾ സ്നേഹത്തിലാണെന്ന് പറയിപ്പിക്കാനല്ല, പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാ. പടച്ചവന്റെ കരുണയുടെ നോട്ടം നിനക്ക് എത്തുകയാണ്. എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ സ്നേഹത്തോടെ നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ, ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ കോർത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ഈ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, ഭാര്യയുടെ കയ്യിൽ പിടിക്കുമ്പോ നീ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, മസ്ജിദ് നബവിയിൽ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. കുടുംബജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കവിള് വെള്ളമൊഴിച്ചു കൊടുത്താൽ, ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരൽപ്പം വെള്ളമെടുത്ത് ഒഴിച്ചു കൊടുക്കുന്ന ഭർത്താവിന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ആയിരക്കണക്കിന് വരുന്ന സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാനേ, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാ പോവുകയാണോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ നീ എങ്ങനെ പറയല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവിള് വെള്ളമൊഴിച്ചു കൊടുത്താ ആ മനുഷ്യന് നാളെ സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ കഴിയും. പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഭാര്യമാർക്ക് വല്ലാത്ത മടിയാ. വാസിയാണല്ലോ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ മടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ചിരിച്ചാ നിനക്ക് എന്ത് പറ്റാനാ പൊന്നുമോള്? നിനക്കൊരു ജീവിതം തന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിയണം പൊന്നുമോള്. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വയത് കഴിഞ്ഞ് പെടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രോഗം പിടിച്ച് ശരീരമെല്ലാം തളർന്ന് പടച്ചവനെ പഴയ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ട് തൊലിയെല്ലാം ചുളുങ്ങിയിട്ട് വീടിന്റെ ബെഡ്റൂമിനകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് നിന്റെ കൈയെടുത്ത് വെച്ചിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയൊന്ന് സ്നേഹത്തോടെ ചിരിച്ചാ പെങ്ങളെ, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? ഇന്ന് രാത്രി ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച് സന്തോഷിപ്പിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. നാളെ രാവിലെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തില് വിളിച്ചു പറയുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. കുളിപ്പിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ ഇങ്ങനെ കിടത്തുമ്പോ ഈ നന്ദാവരയിലെ പെണ്ണുങ്ങൾ മുഴുവനും നിന്നെ അവസാനമായൊന്ന് കാണാ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണേ, ആ പുഞ്ചിരി ആ സമയത്ത് നിന്റെ മുഖത്തുണ്ടാകും പൊന്നുമോളെ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കണ്ടേ പൊന്നുമോളെ? നിനക്ക് അല്ലാഹു തന്ന നിന്റെ ഇണയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. പെങ്ങളെ, വാസിയൊക്കെ കളയണം പൊന്നുമോള്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭാര്യയും ഭർത്താവും പരസ്പരം വഴക്കുണ്ടാക്കി രണ്ടുപേരും പിണങ്ങി. ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും താഴ്ന്നു കൊടുക്കേണ്ടത്? നീയാ പൊന്നുമോള്. നിന്റെ ഭർത്താവിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും പൊന്നുമോളെ താഴ്ന്നു കൊടുക്കേണ്ടവണ് നീയാട്. പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ ഞാനിനി ഭക്ഷണം കഴിക്കൂല, ഞാനിനി പച്ചവെള്ളം പോലും കുടിക്കൂല, ഞാനിനി ഉറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് സത്യാഗ്രഹമിരുന്നിട്ട്
ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഉറങ്ങൂല, നിങ്ങൾ എന്നോട് മിണ്ടുമെന്ന് പറയുന്നത് വരെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ പിണക്കം മാറ്റിയ പെങ്ങളെ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ കാണുമ്പോൾ വാശിയും വൈരാഗ്യം, അഭിനയം വലിയ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറയണം. ബെഡ്റൂമിനകത്ത് പോയാൽ അങ്ങോട്ട് തിരിഞ്ഞടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞടക്കും. അല്ലാഹുവേ, ശത്രുക്കളെ പോലെ. എന്തിനാ സഹോദരങ്ങളെ നമുക്ക് അല്ലാഹു തന്ന ഈ ആയുസ് ഇങ്ങനെ ഇങ്ങനെ എരിച്ചു തീർക്കണം? എന്തിനാ? ഒന്ന് പരസ്പരം മനസ്സിലാക്കിക്കൂടെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങും, നിന്റെ ജീവിതത്തിൽ ഇറങ്ങും. അള്ളാഹുവിന്റെ കരുണ കിട്ടും. കയ്യിൽ പിടി സ്നേഹത്തോടെ അള്ളാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭാര്യയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുടിപ്പിക്കണം. വെള്ളം കുടിപ്പിച്ചാൽ നിനക്ക് നാളെ സ്വർഗത്തിലെ വെള്ളം കുടിക്കാം. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ് ചിരിച്ചാൽ മരിച്ചു കിടക്കുമ്പോഴും അവളുടെ മുഖത്ത് ആ ചിരി ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സാലിഹായ ഭാര്യ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവനാണ് ഭാഗ്യവാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ട്, കയറിക്കിടക്കാൻ ഒരു വീട് ആഗ്രഹിക്കാത്ത ആരില്ല. ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് വിവാഹം കഴിഞ്ഞാൽ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ആഗ്രഹമാണ് കയറിക്കിടക്കാൻ ഒരു വീട് വേണം. പട്ടിണിയാണെങ്കിലും പടച്ചവനെ കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. മൂന്ന്, സാലിഹായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കാനിരിക്കുന്നവൻ എന്തേ ദുആ ചെയ്യുന്നത്? വിവാഹം കഴിക്കാൻ പ്രായമായ ഓരോ ചെറുപ്പക്കാരൻ അള്ളാഹിനോട് പറയുന്നത്, ഒരു നല്ല പെണ്ണിനെ തരണേ അള്ളാ, നല്ല പെണ്ണിനെ തരണേ അള്ളാ ദുആ ചെയ്യുന്നത്. എന്നാൽ പെണ്ണ് കെട്ടിയവൻ എന്താ ദുആ ചെയ്യണേ? വിവാഹം കഴിച്ചവൻ എന്തേ ദുആ ചെയ്യുന്നത്? അള്ളാ തന്നതിനെ നന്നാക്കി താ അല്ലാ. അവൻ പറയണത് തന്നതിനെ നന്നാക്കാൻ. അപ്പൊ എല്ലാവർക്കും ഭാര്യ വേണം, ഭർത്താവ് നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. മനസ്സിലായില്ലേ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യയില്ല ഇവിടുത്തെ ഭാര്യ, ഈ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എത്ര പേരേ ഉള്ളൂ? ബാക്കിയുള്ളവരെന്താ? ഉസ്താദേ, ഇവളെ ഇവിടെ സഹിക്കണ പാട് എനിക്കറിയാം, ഇനി സ്വർഗത്തിലും കൊണ്ടുപോകണം. അതാ, ഇവളെ ഇവിടെ സഹിക്കുന്നതിന് എനിക്ക് അവാർഡ് വല്ലതും തരണം. ഇനി ഇവളെ അവിടെയും കൂടെ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ പോണില്ല. അതാ നമ്മളൊക്കെ ചിന്തിക്കണം. അല്ലാഹു ആലം. അല്ലാഹു, പെണ്ണുങ്ങളൊക്കെ എന്താപ്പാ അല്ലാഹു, നമ്മുടെ ഭാര്യമാരൊക്കെ, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നവരോടൊക്കെ ചോദിക്കും, പൊക്കാൻ എന്താണ്? താമരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യമാർ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ, സാലിഹത്താക്കി തരുമാറാകട്ടെ. നല്ല ഭാര്യയെ കിട്ടാൻ എന്ത് ചെയ്യണം? നല്ല മക്കളെ കിട്ടാൻ എന്ത് ചെയ്യണം? ജീവിതം സന്തോഷമാകാൻ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് നാളെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലും ഇവിടെ ജീവിക്കുന്നത് പോലെ ജീവിക്കണം. ഈ ദുനിയാവിൽ കഴിയുന്നത് പോലെ നാളെ അവൻ്റെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യാസീനോദാത്ത ആരുമില്ല, യാസീനോദാത്ത ആരുമില്ല. ആ യാസീനിൽ ഒരായത്ത് കാണാം, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ പറയുകയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയുമോ? ഒരു ഭാര്യയും ഒരു ഭർത്താവും മക്കളെയും കുറിച്ച് ഖുർആൻ പറയുകയാ. നാളെ പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇങ്ങനെ സ്വർണത്തിന്റെ ചാരുകസേരയിലിരിക്കുകയാണ്. സ്വർണത്തിന്റെ ചാരുകസേരയില് വാപ്പ വലതു ഭാഗത്ത്, ഉമ്മ ഇടതു ഭാഗത്ത്, മക്കളെ
പിടിച്ച് നടുക്കിരുത്തിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിലിരുന്ന് സുഖിച്ചു കൊണ്ടിരിക്കുകയാ. സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ വാപ്പയ്ക്കും ഈ ഉമ്മയ്ക്കും ഈ മക്കൾക്കും ഇങ്ങനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സ്വർഗവാസികൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ ഭാര്യയും ഭർത്താവും മക്കളും ആരാട്? അല്ലാഹുവേ, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ മലക്കുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. മലക്കുകൾ ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും നോക്കിയിട്ട് ആ മലക്കുകൾ പറയുന്നു, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എല്ലാ മലക്കുകളും സലാം പറയുകയാണ്. എല്ലാ മലക്കുകളും സലാം പറയുകയാണ്. ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മലക്കുകൾ മുഴുവനും സലാം പറയുകയാ. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നീയും നിന്റെ കുടുംബവും ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാര് സ്വർഗത്തിൽ വെച്ച് നിന്നോട് ചോദിക്കും, എങ്ങനെയാടാ ഈ പ്രതിഫലം കിട്ടിയത്? നിനക്കെങ്ങനെയാണ്? കുടുംബസമേതം നിങ്ങളുടെ സ്വർഗത്തിലാണല്ലോ. നമ്മുടെ നാട്ടില് ഭൂമിയിൽ ഒരു വീടിനകത്ത് കഴിഞ്ഞതുപോലെ നീയും നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലും ഒരുമിച്ചാണല്ലോ. എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? പാതിരാത്രി കടന്നു വന്ന മുസ്ലിം പെണ്ണ് ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിലിരിക്കുമ്പോ സ്വർഗത്തിലെ മലക്കുകൾ മുഴുവനും അല്ലാഹുവേ നിന്നോട് സലാം പറയുന്നുണ്ട്. ഈ നാട്ടുകാര് മുഴുവനും നിന്നെ നോക്കിയിട്ട് അത്ഭുതപ്പെടണ്ട്. നീയും നിന്റെ ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിലിരിക്കുമ്പോ ഈ ഒരുമിച്ചിരിക്കുന്ന പെണ്ണുങ്ങളിൽ പലരും നിന്നോട് ചോദിക്കും, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ, 4 കാര്യങ്ങൾ ആരുടെ കുടുംബ ജീവിതത്തിലുണ്ടോ അവനും അവന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നിനക്ക് നിന്റെ കുടുംബ ജീവിതത്തിലൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഈ പറയുന്ന 4 കാര്യങ്ങളും അനുസരിക്കാൻ കഴിയുമോ? പെങ്ങളെ, സ്വർഗത്തിലാ മോളെ, നീ ഒറ്റയ്ക്കല്ല. നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചു, നിനക്കൊരു ജീവിതം തന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗത്തിലും ഒരു വീടിനകത്ത് കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ 4 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഇവിടെ ജീവിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് പരിശ്രമിച്ചൂടെ? ഈ പറയുന്ന 4 കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ തയ്യാറായിക്കൂടെ? ഉറക്കപ്പറ മനുഷ്യന്മാരെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം വിവാഹം കഴിച്ചവർക്ക് മാത്രമല്ല, കഴിക്കാനിരിക്കുന്ന മക്കളും പഠിച്ചോ. വിവാഹം കഴിക്കാനിരിക്കുന്ന മക്കളും പഠിച്ചോ. എല്ലാവരും പഠിക്കണം. അങ്ങനല്ലേ? എല്ലാവരും പഠിക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കവർ ഇപ്പോഴേ കൊടുക്കുവാണോ അപ്പാ? ഒക്കെ പിന്നെ കൊടുക്കാം അല്ലേ? സമയമുണ്ട്, ഞാൻ പറയാം. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്. വിവാഹം കഴിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും ഒരാഗ്രഹമുണ്ട്. എന്താണെന്നറിയാം? വിവാഹം കഴിക്കണ എല്ലാ ആണുങ്ങൾക്കും ഒരാഗ്രഹമുണ്ട്, തൻ്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. ഇല്ലേ? ആഗ്രഹമില്ലേ? വിവാഹം കഴിക്കുന്ന ഏതൊരാണിനും ഒരാഗ്രഹമുണ്ട്, തൻ്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. മോനെ, നിന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ വരച്ചുകൊണ്ട് നിൽക്കണ അല്ലാതെ നിന്റെ ഭാര്യ അതിൽ കയറി നിൽക്കൂല, നിന്നെ കൊണ്ട് പറ്റൂല. കാരണം എന്തേ? അള്ളാഹു അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്ന
കൂടുതൽ നൂക്കാനും പോകരുത്, കൂടുതൽ വളയ്ക്കാനും പോകരുത്. നൂത്താലും ഒടിയും, വളച്ചാലും ഒടിയും. അതുകൊണ്ട് മധ്യമായ രീതിയിൽ നീ കൊണ്ടുപോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യ കൂടുതൽ നൂക്കാനും പോണ്ട, വളയ്ക്കാനും പോണ്ട, ഇങ്ങനെ രണ്ടിൻ്റെ ഇടയിലൂടെ കൊണ്ടുപോകണം. അതാ ജീവിതം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ അങ്ങനെ ജീവിതം സന്തോഷമാകണമെങ്കിൽ കൂടെ കടന്നാൽ മാത്രം പോരാ, പെണ്ണിനെ മനസ്സിലാക്കണം. പെണ്ണാരാണ്, നിന്റെ പെണ്ണിൻ്റെ സ്വഭാവം എന്താണ് മനസ്സിലാക്കണം. പെണ്ണിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരെ അങ്ങനെ അധികം ഇഷ്ടമല്ല. ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഉമ്മ, പെങ്ങന്മാര്, സഹോദരങ്ങൾ ഇഷ്ടമല്ല. അവൾക്ക് എപ്പോൾ നോക്കിയാലും അവളുടെ വാപ്പ, ഉമ്മ, ബന്ധുക്കൾ 1000 നാവാ പറയാൻ. അങ്ങനല്ലേ അല്ലേ മനുഷ്യന്മാരെ? നമ്മുടെ ഭാര്യയ്ക്ക് എപ്പോഴും അവളുടെ വീട്ടുകാരുടെ ഇഷ്ടം. അത് ഇന്ന് തുടങ്ങിയതല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിനെ മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക. കറങ്ങാൻ പോയിട്ട് വരികയല്ല, ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ കവാടത്തിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നബിയെ, 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ നബി? അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴാ ഭാര്യ ചോദിക്കണേ. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയിട്ട് ആ കാര്യം നടക്കാതെ വലിയ ദേഷ്യത്തോടു കൂടി വീട്ടിൽ കയറി വരുന്ന സമയത്താണ് നിങ്ങളുടെ ഭാര്യയെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുക, ഇക്ക നിങ്ങൾക്ക് എന്നെ ഏറ്റവും ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? ഒറ്റ അടിക്ക് തറയിട്ട്, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ പറയുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഏറ്റവും ഇഷ്ടം ആരെയാ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ ആയിഷ. അള്ളാഹ് സമാധാനമായ ആയിഷ ബീവിക്ക്. വീടിനകത്തേക്ക് കയറി വിട്ടില്ല, പിന്നെയും പിടിച്ചു, പിന്നെയും കയ്യിൽ കയറി പിടിച്ചു. രണ്ടാമത് ചോദിച്ചു, നബിയെ, ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമാരെയാ? ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമാരെയാ? അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം നിന്റെ വാപ്പാനെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ആയിഷ ബിവിക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. കാരണം എന്തേ? വാപ്പ. ഇതാ പെണ്ണ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അവൾക്കനുസരിച്ച് ഇങ്ങനെ ഒഴുകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സാധാരണ വഅദ് കേൾക്കുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയല്ലേ പൊന്നുമോളെ. ഈ പറയുന്ന കാര്യം നിനക്ക് വേണ്ടിയുള്ളതാണ്. നിന്റെ ജീവിതം സന്തോഷമാകാറ്, നിന്റെ ജീവിതം സമാധാനമുള്ളതാകാറ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിലെ ചാരുകസേരയിലിരുന്ന് സുഖിക്കുന്ന ഭാര്യയും ഭർത്താവ് ആകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചെറുപ്പക്കാരാ, പെങ്ങളെ ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. ഭാര്യക്കും ഭർത്താവിനും ഒന്ന് പരസ്പരം സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തൊന്ന് സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെയും സ്നേഹമുള്ളത് എവിടെയാണ്? അല്ലാഹുവേ, പടച്ചവനെ, ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാര്, ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാര്, വിവാഹം കഴിഞ്ഞു 10 കൊല്ലമായി, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 3-4 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ പടച്ചവനെ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നത് ഭർത്താവിന്റെ ചാരത്താ. പക്ഷേ മനസ്സിനകത്ത് സ്നേഹമില്ലല്ലോ. ഭാര്യ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാര്, അല്ലാഹുവേ, ഭർത്താവിന് സ്നേഹമില്ലാത്ത ഭാര്യമാര് പെട്ടുപോയല്ലോ. 3-4 മക്കളായി പോയല്ലോ. ഇനി അനുഭവിക്കലല്ലാതെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം
നരകിച്ചു തീർക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പൊന്നുമോനെ ഒന്ന് സ്നേഹിക്കടാ പൊന്നുമോര്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയാ പെണ്ണിന് പേടിയാ, ഭർത്താവിന്റെ രഹസ്യം ഭാര്യയോട് പറയാ ഭർത്താവിന് പേടിയാ. അല്ലാഹുവേ, എങ്കിലെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സിൽ ജബൽ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഗാർ സൗർ എന്ന് പറയുന്ന പാറയുടെ ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ. വിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ സൂറത്ത് ഓതുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുത്തിട്ട് നബിയേ ഓതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം വേദനിക്കുകയാ. പ്രവാചകന് പേടിച്ച് വിറച്ചുകൊണ്ടതാ ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകാലുകൾ വിറച്ചുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. എവിടേക്കാ വന്നതെന്നറിയുമോ? എവിടേക്കാ വന്നതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മനസ്സ് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓടിപ്പോയത് കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സമ്മിലൂനിയാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് അവിടെന്ന് പറയുന്നു, ഖദീജ എന്നെ പുതപ്പിക്ക് ഖദീജ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഇടത് കൈകൊണ്ട് തന്റെ ഭർത്താവിന്റെ തലയിൽ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് തന്റെ വലത് കൈയെടുത്ത് റസൂലുള്ളാഹിയുടെ തലയിലെ മുടികൾക്കിടയിലൂടെ തന്റെ കൈകൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പേടിക്കണ്ട നബിയേ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ അല്ലാഹു കൈവിടില്ല നബിയേ. എന്റെ പെങ്ങളെ അങ്ങനെയാകണം പൊന്നുമോല്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് ശരീരം മുഴുവനും അതാ വിയർപ്പിൽ കുളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ആ മനുഷ്യന്റെ വീടിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം. ഭർത്താവ് വീട്ടിലേക്ക് നടന്നു വരുമ്പോ പടച്ചവനെ ഇടത് കൈകൊണ്ട് തന്റെ ഭർത്താവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തലയിലിട്ടിരിക്കുന്ന ശാലെടുത്ത് ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുത്തിട്ട്, ഇക്കാ പോട്ടെ ഇക്കാ, എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ, ഒന്ന് ചിരിച്ചാ മതി പൊന്നുമോള്, നിന്റെ ഒരു പുഞ്ചിരി മതി പൊന്നുമോള്, നിന്റെ ഒരു നല്ല വാക്ക് മതി പൊന്നുമോള്. ആ മനുഷ്യന്റെ വേദനകൾ മുഴുവനും മറന്നു പോകാൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹ് നിങ്ങളെ കൈവിടൂല. ആ ദുഃഖത്തിന്റെ ഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ച ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം എപ്പോഴും ഖദീജാനെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. 11 ഭാര്യമാരുണ്ട്, പക്ഷേ ഖദീജാനെ കുറിച്ച് പറഞ്ഞാൽ
പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഖദീജാന, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യക്ക് നിന്നോട് സ്നേഹമുണ്ടാകുമോ പൊന്നുമോനെ? നിന്റെ ഭാര്യക്ക് നിന്നോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടാകുമോ? നിന്നെ കുറിച്ച് ചോദിച്ചാ നിന്റെ ഭാര്യ ഒരു നല്ല വാക്ക് പറയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ ഭർത്താവിനോട് നിന്നെ കുറിച്ച് പറഞ്ഞാൽ, പെങ്ങളെ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയുമോ? എങ്ങനെ പറയാനാ, എങ്ങനെ പറയാനാ? പടച്ചവനെ, കുത്തുവാക്കുകളും പരിഹാസങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയൂ, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. പടച്ചവരെ, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച്, മക്കളെ കുറിച്ച്, കൂടപ്പിറപ്പുകളെ കുറിച്ച് പടച്ചവരെ ആവശ്യമില്ലാത്തത് പറഞ്ഞു പറഞ്ഞ് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്ത് ചെയ്താലും പരാതിയാണല്ലോ, എന്ത് ചെയ്താലും പരാതിയാ. മക്കളെ നോക്കിയാലും പരാതിയാ, ഭക്ഷണം വെച്ച് കൊടുത്താലും പരാതിയാ, വസ്ത്രം കഴുകി കൊടുത്താലും പരാതിയാ, മാതാപിതാക്കളെ നോക്കിയാലും പരാതിയാ. എന്ത് ചെയ്താലും പരാതി പറയുന്ന പെണ്ണ്, നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. പെണ്ണെ, അല്ല നിനക്ക് എന്ത് പ്രതിഫലമാ തരുന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിച്ചു വിട്ടു. അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു വിടുകയാണ്, ആരാടലിയാരാ, ആരാലിയാർ തങ്ങളാരാ? പടച്ചവരെ, പണക്കാരനല്ലല്ലോ, പടച്ചവനെ പാവപ്പെട്ടവനാണല്ലോ. പടച്ചവനെ, പുല്ലറിച്ചിട്ട് ഒട്ടകത്തിന്റെ മുതലാളികളുടെ വീട്ടിൽ കൊണ്ടുപോയി ആ കെട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിഞ്ഞു പോകുന്ന മഹാരായ അലിയാർ തങ്ങളുടെ കയ്യിലേക്കല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയില്, അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രിയില് അല്ലാഹുവേ, മഹാന മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയില് ഇബാദത്ത് കൊണ്ട് തന്റെ ജീവിതം അലങ്കരിച്ചവളാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ പോവുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിനകത്ത് ഗോതമ്പിട്ടിട്ട് കൈകൊണ്ടിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ള പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് ചോദിച്ചു, ഫാത്തിമ, എന്തുണ്ട് വിശേഷം ഫാത്തിമ? എന്റെ പൊന്നുമോൾക്ക് സുഖമാണോ ഫാത്തിമ? ചോദിച്ചു തീരേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ രണ്ട് കൈയും എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നീട്ടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ബാപ്പയുടെ മുന്നിലേക്ക് രണ്ട് കൈയും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഉപ്പാ, ഈ വീടിനകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ.
ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയെന്ന് റസൂലുള്ളയോട് തന്റെ പൊന്നുമോള് പരാതി പറഞ്ഞു കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതെന്തെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് ചെയ്തതെന്തെന്നറിയുമോ? തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ച് മാറ്റിയിരുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു മാറ്റിയിരുത്തിയിട്ട് ആട്ടുകല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഗോതമ്പിന്റെ മണികൾ മുഴുവനും വാരിയെടുക്കുകയാ. ഗോതമ്പിന്റെ മണികൾ മുഴുവനും വാരിയെടുത്തിട്ട് തന്റെ മുബാറക്കായ കൈകൊണ്ട് കല്ലിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ കൈയെടുത്ത് കല്ലിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. കല്ല് തന്നെ ഇരുന്നാടുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈകൊണ്ട് പൊടിച്ചു കൊണ്ടിരുന്ന കല്ല് തന്നെ ഇരുന്നാടുകയാണ്. ഗോതമ്പ് തന്നെ പൊടിക്കുകയാണ്. അവസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് ചോദിക്കുന്നു, നബിയേ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഗോതമ്പ് കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാൻ നബിയേ. യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എന്നെ ഒന്ന് സഹായിക്കുമോ? എങ്ങനാ നിന്നെ സഹായിക്കേണ്ടത് നബിയേ? എനിക്ക് സമാധാനമില്ല നബിയേ, എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല നബിയേ, എപ്പോഴും ഇങ്ങനെ കരച്ചലാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ കല്ലിനോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത് എന്താണ്? ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്താ നബിയേ. ആ കല്ലിനെ കരയിപ്പിച്ചത്, ആ കല്ലിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താണെന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ചു, ഏത് ആയത്താ കല്ല്? നിന്നെ വേദനിപ്പിച്ച ആയത്തേതാ? യാ റസൂലല്ലാഹ്, വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ കല്ലിനെ കരയിപ്പിച്ച ആയത്തേതെന്നറിയുവോ? നബിയേ, ഖുർആൻ പറയുകയാണ്. നബിയേ, ഖുർആൻ പറയുകയാണ്, അല്ലാഹു നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് ഖുർആൻ പറയുന്നു. നബിയേ, ഞാനൊരു കല്ലാണല്ലോ, അല്ലാഹു എന്നെ നരകത്തിലിട്ട് കത്തിക്കുമോ എന്ന് എനിക്ക് വല്ലാത്ത പേടിയാ നബിയേ. നരകത്തിന്റെ തീക്കകത്ത് നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, കല്ലേ, നീ കരയണ്ട, നീ നാളെ സ്വർഗത്തിലാ. ഈ കണ്ണീര് മതി നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നിട്ട് രണ്ട് കൈമുറിച്ചുകൊണ്ട് വാപ്പയോട് പരാതി പറഞ്ഞ പൊന്നുമോളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പെങ്ങള്, കുത്തുവാക്ക് പറയുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കിയിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്ന നിന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്കണേ വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? പെങ്ങളെ, നിന്റെ ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ച് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ, നിന്റെ ഭർത്താവിന് നീ ചോറ് വെച്ച് കൊടുത്താൽ അതിലെ ഓരോ ചോറുണ്ടല്ലോ, ഓരോ അരിമണിയുണ്ടല്ലോ, അതിനു പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതും പെണ്ണ്.
ഒരു ചോറിന് പകരം അല്ലാഹു ഒരു നന്മ എഴുതുകയാ. നിന്റെ ഒരു പാപം അല്ലാഹു പുറത്തു തരും പൊന്നുമോള്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് പെങ്ങളെ ഒരു ചോറിന് പകരം ഒരു നന്മ, ഒരു പാപം അല്ലാഹു പുറത്തു തരികയാ. എന്റെ പ്രിയമുള്ള പെങ്ങന്മാര് നട്ടുച്ച സമയത്ത് ഉച്ച സമയത്ത് പടച്ചവനെ അടുപ്പിന്റെ ചുവട്ടില് തീയുടെ മുന്നിൽ കിടന്ന് ഉരുകുന്നവളാടല്ലോ. എന്റെ പെങ്ങന്മാരുടെ ശരീരം മുഴുവനും വിയർക്കുമല്ലോ. പെങ്ങളെ വിയർക്കുന്നത് വെറുതെ അല്ലല്ലോ മോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ചൂട് സഹിക്കാൻ കഴിയാതെ ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ നിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പങ്ങാട് താഴെ വീണാ നരകം നിനക്ക് ഹറാമാ പെണ്ണേ. നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയില് അല്ലാഹുവേ മലക്കുകൾ 7 കിടങ്ങ് കുടിക്കുകയാണ്. നീ വിയർത്താലും പ്രതിഫലമാ പൊന്നുമോള്. ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, മക്കളെ പ്രസവിച്ച പെങ്ങന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ പ്രസവിച്ച സമയത്ത് നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മ എഴുതിയിട്ടുണ്ട് പെങ്ങളെ. തലയുടെ മുടിയെണ്ണി നോക്കിയിട്ടുണ്ടോ? എണ്ണാ നിന്നെ കൊണ്ട് കഴിയുമോ? ഓരോ രോമത്തിനും പകരം അല്ലാഹു നന്മ തന്നിട്ടുണ്ട് പൊന്നുമോള്. പാല് കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, രോഗം പിടിച്ച് കിടന്നാല്, പടച്ചവരെ പട്ടിണി കിടന്നാല്, നോമ്പ് പിടിച്ചിട്ട് കിടന്നാല്, സ്വന്തം മക്കള് കിടന്ന് പാലിന് വേണ്ടി കരയുമ്പോ പാല് കൊടുക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? 1000 സുഹദാക്കളുടെ പ്രതിഫലമാ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. ഹംസ റളിയല്ലാഹു തആല ആർഗവരെ പോലെ കയ്യമ കണ്ണമ തലച്ചോറും കരളും പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത 1000 സുഹദാക്കളുടെ പ്രതിഫലമാണ് 2 വയസ്സ് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്നത്. എന്റെ പെങ്ങള് പൊന്നുമോള് ഭർത്താവിന്റെ തുണി കഴുകാൻ മടിയാടല്ലോ, ഭർത്താവിന്റെ തുണി കഴുകാൻ മടിയാടല്ലോ. എങ്കില് പൊന്നുമോളെ നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ, നിന്റെ ഭർത്താവ് ഇട്ടിരുന്ന ഒരു ജോഡി വസ്ത്രമെങ്ങാണം നീ കഴുകി കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം, നമ്മുടെ ഒരു ജോഡി വസ്ത്രം നമ്മുടെ ഭാര്യ കഴുകി തന്നാൽ അവൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇനി മുതൽ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, ഈ കഴുകി ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം, കേട്ടോ വയല് കേട്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ തുണി കഴുകുന്ന പ്രതിഫലം നമ്മുടെ ഭാര്യമാർക്ക് കിട്ടൂല. തുണി കഴുകുന്ന പ്രതിഫലം നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? പറമനുഷ്യന്മാരെ കിട്ടുമോ? കിട്ടൂല. കാരണം ഓള് കഴുകുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴുകണേ അല്ലേ? ദോസ്താമാരെ, വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുന്നവർക്ക് ഈ പ്രതിഫലം വല്ലതും കിട്ടുമോ? അവളെന്തോ വാരി അതിനകത്തിടുക, സ്വിച്ചിടുക, എന്ത് പ്രതിഫലം? ഉണക്കി കൈ കിട്ടും, എന്ത് പ്രതിഫലം? വല്ല പ്രതിഫലം കിട്ടുമോ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെങ്ങളെ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും നീ ഒന്ന് കല്ലിലിട്ട് കഴുകണം കേട്ടാ. വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ടെങ്കിലും ഒന്ന് കഴുക്, നിനക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക്. വേറെ പെണ്ണ് നോക്കാനൊന്നുമല്ല, ധൈര്യമായിട്ട് പൊക്കിക്കും.
വിവാഹം കഴിച്ചിട്ടുള്ളവർ, ബാക്കിയൊന്നും കെട്ടിയിട്ടില്ല അല്ലേ ഉപ്പാ? നിങ്ങൾ ഇതുവരെ കെട്ടിയില്ലേ? ഒക്കെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തന്നത് ഓർമ്മയുണ്ടോ? ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുന്ന ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കുക. കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. അല്ലാഹു അലം. വിവാഹം കഴിഞ്ഞ് 3 മാസം വല്ലാത്ത തേപ്പായിരുന്നു, ഇപ്പൊ ചവിട്ട അല്ലേ? പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് പറയുക, ഇനി അങ്ങാരുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കാൻ അങ്ങേര് ഈ പെണ്ണ ഇല്ലേ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെങ്ങളെ നീ നിന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ അള്ളാഹുവെ പടച്ചവനെ, പടച്ച റബ്ബ് നാളെ ഹൗലുൽ കൗസറിലെ വെള്ളം, സ്വർഗത്തിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ മീശ വെട്ടിയ കിട്ടുന്ന ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കുന്ന ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രതിഫലം വെട്ടിത്തരാറുണ്ടോ ആർക്കെങ്കിലും? നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ടു കൊടുക്കണം. എവിടെയും ബംഗാളികളൊക്കെ ആയിരിക്കും മുടി വെട്ടുന്ന കടയിലെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ബംഗാളികളാണ് ഇപ്പം മുടി വെട്ടുന്ന കടയിലൊക്കെ. ഇവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഭാര്യയുടെ കൈ കൊണ്ട് കൊടുക്കണം. ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് പറയണം എൻ്റെ മീശ വെട്ടിത്തരാൻ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കുന്ന പെണ്ണിന്റെ മരണവേദന അള്ളാഹു കുറച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവ്, രാത്രി ഉറങ്ങാൻ വരുന്ന ഭർത്താവിന് ഒരു പെണ്ണൊരു പുതപ്പ് വിരിച്ചു കൊടുത്താൽ സുബഹി വരെ ഒരു മലക്ക് അവൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതാ ജീവിതം. ഇതുവല്ല നമ്മുടെ പെണ്ണുപിള്ളമാർക്ക് അറിയാവോ? അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ അറിയൂ. പറഞ്ഞു കൊടുക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. അങ്ങനെ ജീവിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഇത് പറഞ്ഞു കൊടുക്കുകയാ. പെങ്ങളെ, ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയുടെ വഫാത്ത് എങ്ങനെയായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അവരുടെ ജീവിതം എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരുന്നെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിന്റെ തലേ ദിവസം പടച്ചവരെ വീടിനകത്ത് കുളിച്ചുരങ്ങിയിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വീട്ടിലേക്ക് കയറി വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവിനെ സ്വീകരിക്കുകയാ. എന്നിട്ട് കഴിക്കാ ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് പറയുന്നു, അലിയേ ഞാൻ പോവുകയാ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. തന്റെ ഭർത്താവിനോട് അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിക്കുകയാ. പെങ്ങളെ ചോദിക്കാറുണ്ടു, രാത്രി ഭർത്താവിന്റെ ചാരത്ത് കിടക്കാൻ പോകുമ്പോ അവസാനം നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കണമിക്കാ. എപ്പോഴെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്ന് ചോദിക്കണേ പെങ്ങളെ. ആ ഭാര്യയും ഭർത്താവും എന്തൊരു കരച്ചലാ. അലിയാര് തങ്ങളിരുന്ന് കരയുകയാണ്. ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുവോ പൊന്നുമോള്? നമ്മളെപ്പോഴും പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. ഞാനും നിങ്ങളും പറയാറുണ്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പട്ടിണി കിടന്നിട്ടില്ല. എന്താണ് പട്ടിണി എന്നറിയുവോ? നമുക്കാർക്കും പട്ടിണിയുടെ വിലയറിയില്ല. യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്ന് എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ പട്ടിണി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത്
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ. രണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് വല്ലാത്ത കരച്ചിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ച് പറയുന്നു, ഫാത്തിമ മോളെ, മക്കള് കരയുന്നു, മോളെ പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് നടന്നു ചെന്നു. പടച്ചവനെ, കരച്ചിൽ തീരുന്നില്ല. പിന്നെയും അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കുമോളെ. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. പക്ഷേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തീരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ദേഷ്യം വന്നു. പള്ളിക്കകത്ത് നിന്നിറങ്ങി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് വഴക്ക് പറയുകയാ. ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, എന്തേ ഫാത്തിമ, നിന്റെ മനസ്സിത്ര കട്ടിയായി പോയോ? ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് വിശന്ന് കരയുമ്പോ നിനക്കൊന്ന് പാല് കൊടുത്തൂടെ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകരെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ രണ്ട് കൈയുമെടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് തലകുരിച്ചിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുപോള് കരയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്? എന്തേ നീ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്തത്? ആ സമയത്ത് തന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വാപ്പാ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കണ്ടിട്ട് ദിവസങ്ങളായുപ്പാ. പച്ചവെള്ളവും കാരക്കയും തിന്നുകൊണ്ട് നടക്കുകയാ. ഇന്നതും തീർന്നു വാപ്പാ. എന്റെ വീട്ടില് കഴിക്കാനൊന്നുമില്ല വാപ്പാ. എന്റെ മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവര് പാല് ചൊരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ. ഒരു പെണ്ണിന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ പട്ടിണി കിടന്നിട്ട് പാല് പറ്റിപ്പോയിട്ട് ഒരു പെണ്ണിന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ ആ പട്ടിണിയൊന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയേണ്ടത് ആവശ്യം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ളാഹിന്റെ താടിരോമം നിറഞ്ഞിട്ട് കണ്ണുനീരൊഴുകുകയാണ്. കാരണം ഏത് വാപ്പയ്ക്കാ സഹിക്കാൻ കഴിയാ? ഏതൊരു ഉപ്പയ്ക്കാ സഹിക്കാൻ കഴിയാ? രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വിശന്ന് തളർന്നു കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഒന്നും മിണ്ടാതെ അല്ലാഹുവിന്റെ പ്രവാചകരെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിലൂടെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്ന് അവസാനം ഒരു ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു അഅറാബിയുടെ ഈന്തപ്പന തോട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ അറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യരോട് ചോദിച്ചു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അറാബി പറയുകയാ, ഈ കാണുന്ന ഈന്തപ്പന മരങ്ങള് വെള്ളം കോരി നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയമ കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് വെള്ളം കോരുകയാ. പെങ്ങളെ, ആരാ വെള്ളം കോരുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കോരിയിട്ട് ഓരോ ഈന്തപ്പന മരങ്ങൾ കൊണ്ടുപോയി നനയ്ക്കുകയാണ്. ഒന്നാമത് വെള്ളം കോരി, രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, നാലാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്
തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. പ്രവാചകന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിലേക്ക് വീണുപോയി. പടച്ചവരെ, യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, ആ അറാബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനെ തല്ലുകയാ. റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട മുഖത്തെ കടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. പടച്ചവരെ, കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. ഈ ലോകത്തിന്റെ നേതാവ് അവസാന തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യാ, എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ മനുഷ്യനാരാ, ഈ മനുഷ്യനാരാ? അവസാനം 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകന് ചിരിക്കുകയാണ്. എന്നിട്ട് 9 കാരക്ക തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ ഓടുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് റബ്ബേ, വിശന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കാരക്ക പൊളിച്ചിട്ടവരുടെ വായിക്കകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ മക്കൾ ആർത്തിയോടെ തിന്നുകയാ, ആ മക്കൾ ആർത്തിയോടെ തിന്നുകയാ. പടച്ചവരെ, വയറ് നിറച്ചു ഭക്ഷണമല്ല കഴിക്കുന്നത്, അവര് ബിരിയാണിയല്ല തിന്നുന്നത്. 9 കാരക്ക എന്തുണ്ട് ചെറുപ്പക്കാരാ? എന്റെ പെങ്ങളെ, 9 കാരക്ക എന്തുണ്ട് പൊന്നുമോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവരതങ്ങോട്ട് തിന്നപ്പോ ആ മക്കളുടെ മുഖത്ത് പുഞ്ചിരി വരികയാ. ബാക്കി വന്ന കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ഫാത്തിമ, വാ മോളെ. മാരടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് വാപ്പ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമയുടെ കയ്യിലേക്ക് കാരക്ക എടുത്തു വെച്ച് കൊടുക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു കിടക്കുകയാണ്. തന്റെ വാപ്പയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാ. ഫാത്തിമ ചോദിച്ചു, ഉപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? എന്റെ ഉപ്പാന്റെ മുഖം ചുമന്നു കിടക്കുന്നല്ലോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, മോളെ ഫാത്തിമ, എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീണു പോയപ്പോ, എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീണു പോയപ്പോ എന്റെ യജമാനനെ തല്ലിയതാ ഫാത്തിമ. വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കരയല്ലേ മോളെ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരിക്കലെങ്കിലും നീ ഇങ്ങനെ ഒരു പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പട്ടിണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു പെണ്ണ് ഭക്ഷണം കഴിക്കാറില്ലാതെ പട്ടിണി കിടന്ന് മാറിടത്തിലൂടെ രക്തമൊലിക്കണമെങ്കിൽ അതാണ് പൊന്നുമോളെ പട്ടിണി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്. അല്ലാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്. അതിനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കണം പെണ്ണ്. പട്ടിണിയാണെങ്കിലും പച്ചവെള്ളം കുടിച്ചിട്ട് അല്ലാഹുവേ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, ജോലിയില്ല, പൈസയില്ല, വൈകുന്നേരം വരുമ്പോ എനിക്ക് വിശക്കുന്നു, എന്റെ മക്കൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ, പച്ചവെള്ളമാണെങ്കിൽ കഞ്ഞിയും പയറുമാണെങ്കിൽ അതെടുത്ത് കുടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കണം പൊന്നുമോളെ. അതാണ് മോളെ ജീവിതം, അതാണ് ചെറുപ്പക്കാരാ ജീവിതം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യമേതാ? നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ ഭാര്യയും മക്കളുമായി ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها
പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോട് വിട്ടുവീഴ്ച ചെയ്ത് നിനക്ക് ജീവിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ ജീവിച്ചാ നീയും നിന്റെ കുടുംബവും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണി കടന്നിട്ട് മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതാ പട്ടിണി. അങ്ങനെ ഒരു പട്ടിണി നമ്മൾ കടന്നിട്ടുണ്ടോ? ചുമ്മാതെ പറയാറുണ്ട് പട്ടിണി കടന്നിട്ടുണ്ടെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബർക്കത്തും ചൊരിയുമാറാകട്ടെ.